ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമ ശിവായ. വേങ്ങശ്ശേരി ശ്രീ ചാത്തഞ്ചിറ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4-ാം ഭാഗം ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഭക്തിയോടുകൂടി കാണുക. നമ്മുടെ കുട്ടികളെ ഭാഗവതം പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അവരെ സംസ്കൃതം പഠിപ്പിക്കുകയും വേണം. സംസ്കൃതം പഠിക്കാൻ അവസരമുള്ള വിദ്യാലയങ്ങളിൽ മാത്രം കുട്ടികളെ ചേർക്കുക. ഹരി ഓം. ഭഗവാൻ ബലരാമസ്വാമിയുടെ കഥ കേട്ടാൽ മതി എന്ന് ഗുരുനാഥൻ പറഞ്ഞവിടെ നിർത്തിയതും പരീക്ഷിത്ത് തൻ്റെ ഉള്ളിലുള്ള കൃഷ്ണ കഥകളോടുള്ള ആ ആഗ്രഹത്തെ ഗുരുനാഥനോട് പറയുന്ന രംഗം ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മകാത്മനാ വീര്യാണ്യനന്ദ വീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. ഹേ ഗുരുനാഥ, എന്താ ഇത്? ഞാനിപ്പോ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങ് കൃഷ്ണന്റെ കഥയൊക്കെ നിർത്തി ബലരാമന്റെ കഥയും കുരുക്ഷേത്ര യുദ്ധമൊക്കെ പറയുന്നു. എന്തു പറ്റി? തീർന്നോ? എന്ത് സ്റ്റോക്ക്? അങ്ങക്കറിയണ കൃഷ്ണന്റെ കഥയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഏതായാലും പരീക്ഷത്തെ നാളെ ഉച്ചവരെ സമയം പോണ്ടേ? നമുക്ക് മഹാഭാരതവും കുറച്ച് ബലരാമന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് നാളെ ഉച്ചയാക്കണ്ടേ എന്ന് കരുതിയിട്ടാണോ അന്ന് കൃഷ്ണന്റെ കഥ നിർത്തിയത്? എനിക്കറിയുന്ന കൃഷ്ണന്റെ കഥകളൊക്കെ തീർന്നു പരീക്ഷത്തെ, അതുകൊണ്ട് നമുക്ക് മറ്റ് കഥകൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങക്ക് ഇതുവരെ പാടിയതിൽ നിന്ന് അന്യമായിട്ട് കൃഷ്ണന്റെ കഥകൾ മറ്റൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യൂ. എന്ത് ചെയ്താൽ മതി? ഇതുവരെ പറഞ്ഞ അതേ കൃഷ്ണന്റെ കഥ ഒന്നുകൂടി പറയും. അഥ സർവഗുണോപേത കാലപരമശോഭന. പരീക്ഷത്തെ ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുദിനം അർദ്ധരാത്രിയിൽ അത്ഭുത ബാലകനായി എന്ന് പറഞ്ഞ് അങ്ങ് വീണ്ടും ഇതേ കൃഷ്ണകഥകള്, ബാലലീലകളും വൃന്ദാവന ലീലകളും മധുരാലീലകളും രുക്മിണി കല്യാണവും ഒന്നുകൂടി അങ്ങ് പറഞ്ഞോളൂ. അല്ല പരീക്ഷത്തെ, മടുക്കില്ലേ? ഇപ്പോ ഇന്നലെ പറഞ്ഞ കഥ, മിനിയാന്ന് പറഞ്ഞ കഥ, അത് തന്നെ വീണ്ടും കേൾക്കുമ്പോ അങ്ങേക്ക് മടുക്കില്ലേ? എന്നാണെങ്കിൽ എനിക്ക് അങ്ങയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പറഞ്ഞിട്ട് അങ്ങേക്ക് മടുത്തുവോ? ഏതെങ്കിലും ഒരു ഗുരുനാഥനും മടുത്തുവോ? ഭഗവാന്റെ കഥകൾ എത്ര കാലങ്ങൾ പാടിയിട്ടും എത്ര കാലങ്ങളായി വർണ്ണിച്ചിട്ടും ഇന്നും ഏതെങ്കിലും ഒരു ഗുരുനാഥന് അത് മടുപ്പുണ്ടാക്കിയോ? അതുകൊണ്ട് എത്ര കേട്ടാലും മതിവരാത്തതായ, എത്ര പാടിയാലും കൊതി തീരാത്തതായ ആ കണ്ണന്റെ മുകുന്ദസ്യ, മുക്തി നൽകാൻ കഴിവുള്ള മുക്തിമന്ദ പെരുമാളായിട്ടുള്ള എന്റെ കൃഷ്ണന്റെ കഥ പറഞ്ഞു തരണം. എന്റെ മുകുന്ദൻ മുക്തി നൽകാൻ കഴിവുള്ളവൻ എന്ന് ഭഗവാൻ പരീക്ഷത്തിലൂടെ എടുത്തു പറഞ്ഞത് എന്നാണെങ്കിൽ മറ്റൊന്നുമല്ല, തക്ഷകൻ എന്നുള്ളതായ ആ മരണം നാളെ ഈ ഒരു നേരമാകുമ്പോഴേക്കും ഈ ശരീരത്തെ ഭസ്മീകരിക്കും. ആ തക്ഷകൻ വന്ന എന്റെ ശരീരത്തെ ഭസ്മീകരിക്കുന്ന സമയത്തും ഉർവാലൂകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയ, ഒരു വള്ളിയിൽ നിന്ന് വേദനയില്ലാതെ ആ ഫലം അടർന്നു വീഴുന്നത് പോലെ ഈ ജീവൻ വേദന അറിയാതെ ഈ ശരീരത്തെ വിട്ടുപോകണം. അതിനെന്താ വേണ്ടത്? ജീവന് ശരീരം എന്നുള്ളത് മറന്ന് ആനന്ദിക്കാനുള്ള വഴിയുണ്ടാകണം. അങ്ങനെ ശരീരത്തിന്റെ വിചാരവികാരങ്ങളെ മറന്ന് ആനന്ദിക്കാൻ എനിക്കൊന്നേയുള്ളൂ, പുണ്യം കൃഷ്ണകഥാമൃതം, കൃഷ്ണന്റെ കഥകള്. അതുകൊണ്ട് തക്ഷകൻ വന്ന് ഈ ശരീരത്തെ ഭസ്മീകരിക്കുന്ന സമയത്തും എന്റെ ജീവൻ, എന്റെ ഹൃദയം ഈ ശ്രീകൃഷ്ണ കഥകളില് ലയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് കൃഷ്ണ കഥകൾ പറഞ്ഞു തരൂ എന്ന് പരീക്ഷത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ശുഖബ്രഹ്മ ഋഷി പരീക്ഷത്തിനെ നോക്കി ഒന്ന് ചിരിച്ചത്. പരീക്ഷത്തെ പറഞ്ഞു തീർന്നിട്ടല്ലാട്ടോ ഭഗവാന്റെ കഥ പറഞ്ഞു തീരുക, അങ്ങനെയൊന്നുണ്ടോ? 1000 നാവുകളെ കൊണ്ട് പാടിയിട്ട് അനന്തന് പോലും ആ ഭഗവാന്റെ മഹിമകളെ തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഒരു 7 ദിവസം കൊണ്ട് പാടിയാൽ
ഒരു നാവ് കൊണ്ട് പാടിയാൽ എത്ര തീരും? ഭഗവാന്റെ കഥ പറഞ്ഞു തീർന്നു എന്ന് ഒരാൾക്കും ഇന്ന് വരെ തോന്നിയിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഭാഗവത ആചാര്യൻ സപ്താഹം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആവൂ ഇത്തവണ ഭാഗവതത്തിൽ എല്ലാ കഥയും പറഞ്ഞു എന്ന് വിചാരിക്കണേയില്ല. ഓരോ ആചാര്യന്മാരും അതാത് ദിവസത്തെ പ്രകരണങ്ങൾ വൈകുന്നേരം എത്തണത് എങ്ങനെയാ? ഹനുമാൻ ലങ്കയ്ക്ക് ചാടുന്ന പോലെ 4 ചാട്ടം ചാടിയിട്ട. ചില കഥകളൊന്നും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ചിലതൊക്കെ ചുരുക്കി പറയും, ചിലത് പിന്നെ പറയാന്ന് പറയും. ഇങ്ങനെ 4 ചാട്ടം ചാടിയിട്ടാണ് ആവൂ നരസിംഹാവതാരെത്തി, കൃഷ്ണാവതാരെത്തി, സ്വയംവരെത്തി എന്ന് നമ്മളെ സമാധാനിക്കുക. അല്ല ഭാഗവതം മുഴുവൻ ഞാൻ പറഞ്ഞുട്ടോ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മള് മുഴുവൻ എന്ന് പറയുമ്പോഴേക്കും അതിൽ ആദ്യ മുഴുവൻ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. എത്ര പാടിയാലും എത്ര കേട്ടാലും മതിവരാത്തതായ ആ ഭഗവാന്റെ കഥകള്, ആ കഥാസാഗരത്തില് നമ്മൾ അല്പം മഹിമകള് എടുത്തു എന്ന് വിചാരിച്ച് ഒരു കുറവും വരില്ല. ഒരാളെ കടലിൽ പോയിട്ട് ഒരു കുടത്തിൽ വെള്ളം കോരിയിട്ട് പറയാ കടലിൽ ഇപ്പൊ ഒരു കുടം വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് നദികൾ വന്നു ചേരുന്നത് ആ കടലിലേക്ക്. അതിലിപ്പോ ഒരു കുടം കുറയോ? ഇല്ല. ഏതായാലും പരീക്ഷത്തിന്റെ ആ ശ്രീകൃഷ്ണ കഥകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം കണ്ടപ്പോ നിമഗ്ന ഹൃദയോ ബ്രവിൽ ധ്യാനനിരതനായിരുന്ന ആ സുഗത്ര ഋഷി ഭഗവത് കഥാസാഗരത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ഭക്തരത്നത്തെ, ഒരു ഭാഗവതോത്തമനെ പരീക്ഷത്തിനായി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കൃഷ്ണസ്യാസി സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. ദ്വാരകാധീശനായ കൃഷ്ണന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു പരീക്ഷത്തിൽ. ശരിക്കും കുചേലവൃത്തം എന്നുള്ള കഥ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ആ ഭക്തന്റെ മഹിമയും ആ ഭക്തനോട് ഭഗവാൻ ചൊരിഞ്ഞ കാരുണ്യത്തിന്റെ മഹിമയും സുഖബ്രഹ്മ ഋഷി പറയല് കഴിഞ്ഞു. കൃഷ്ണസ്യാസി സഖാ, കൃഷ്ണന്റെ കൂട്ടുകാരനായിരുന്നു. കൃഷ്ണനെ കൂട്ടുകാരനായി കാണുന്ന ആള് എന്ന് പറഞ്ഞാൽ അത്ര വിലയില്ല. കാരണം ഭഗവാനെ അങ്ങോട്ടറിയുന്ന ആൾക്കാരല്ല, ഭഗവാൻ ഇങ്ങോട്ടറിയുന്ന ആൾക്കാരാവണം. നമുക്കൊക്കെ ഗുരുവായൂരപ്പനെ അറിയാം. ഗുരുവായൂരപ്പന് ഇപ്പൊ എത്ര ആളെ അറിയുന്നതാണ് ചോദ്യം. അപ്പൊ ഭഗവാനെ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നാൽ ഭഗവാൻ അറിയുന്ന ആൾക്കാര് ചിലപ്പോ കുറച്ചേ ഉണ്ടാവും. സപ്താഹയജ്ഞത്തിന് പോണ ആൾക്കാർ കണ്ണെടുത്താൽ കുറെ ഉണ്ടാവും. ഭാഗവതം കേട്ട ആൾക്കാർ കണ്ണെടുത്താൽ അത്ര ഉണ്ടാവില്ല. ചില സ്ഥലത്ത് സപ്താഹത്തിന് പോയ കമ്മിറ്റിക്കാർ പറയും തിരുമേനി ഭാഗവതം ഗംഭീരാവണുണ്ട്. എന്തേ 5 ചാക്കരിയ ഇന്നലെ വെച്ചത്. 5 ചാക്കരിയോ? എന്റെ മുമ്പിൽ ആകെ 40 ആളുണ്ടായിട്ടില്ലേ? ഇവരൊക്കെ കൂടി 5 ചാക്കരി തിന്നൂല്ല. പിന്നെ ഇവരെന്ത് കണ്ടിട്ടായി പറയുന്നത്? പിറ്റേ ദിവസം ഞാൻ കുറെ ദൂരത്തുള്ള അന്നദാനശാലയിലേക്ക് രാവിലെ ഒരു 10:30 ആകുമ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കുമ്പോ അവിടെ 10:30 മണിക്ക് ശാപ്പാട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സപ്താഹത്തിന് പോയ ആൾക്കാർ എന്നുള്ള കണക്ക് നോക്കുമ്പോ ഈ 5000 ആളും അതിൽ പെടും. പക്ഷെ ഭാഗവതം കേട്ടതോ ആകെ മുമ്പിൽ 50 ഉണ്ട്. അതിൽ 25 ഉറക്കം തോന്നുന്നുണ്ട്, ബാക്കി 25 നുണ പറയുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിക്കഴിച്ച് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞതുപോലെ ലക്ഷം പേര് എനിക്ക് കൃഷ്ണനെ ഓർക്കാനും കൃഷ്ണനെ ചിന്തിക്കാനും കൃഷ്ണനാമം ജപിക്കാനും സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കൃഷ്ണൻ ഇപ്പോഴും എന്നെ ഒപ്പം കൂട്ടി നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു ജീവന് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഭഗവാൻ ആ ജീവനെ ഓർക്കണമെന്നുള്ളതാണ്. ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കഥ കേൾക്കാനോ നാമം ജപിക്കാനോ ഒക്കെ പറ്റുന്നത്. ഇവിടെ ഈ സുദാമാവ് ഇനി എന്തിന് കൃഷ്ണന്റെ മുൻപിൽ കൈനീട്ടണം? മറുപടി ഒന്നും പറയില്ല. കുറച്ചു കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോ വാർദ്ധക്യായി, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി, കയ്യും കാലും ഒക്കെ വിചാരിച്ചതുപോലെ നീങ്ങാണ്ടായി, കണ്ണില് പതുക്കെ
കാഴ്ച മങ്ങാൻ തുടങ്ങി. അങ്ങനെ കണ്ണിലെ കാഴ്ചകൾ മങ്ങാൻ തുടങ്ങി എന്ന് തോന്നിയ ഒരു നിമിഷം പെട്ടെന്ന് സുധാമാവിന്റെ ചിന്ത മറ്റൊന്നായി. അല്ല, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. നാളെ എന്റെ കണ്ണിലേക്ക് ഒന്ന് ഇരുട്ട് കയറിയാൽ പിന്നെ കൃഷ്ണനെ കാണണമെന്ന് വിചാരിച്ചാൽ സാധിക്കൂ? ഇല്ല. അപ്പോ കൃഷ്ണനെ ഒന്നുകൂടി കണ്ടു എന്ന് വെച്ചാൽ ലാഭ, അത് നഷ്ടമല്ലല്ലോ, ലാഭല്ലേ. എത്ര തവണ കണ്ടാലും മതിവരാത്തതായ ആ കണ്ണനെ ഒന്നുകൂടി കണ്ണിലിരുട്ട് കയറണതിന് മുമ്പ് കാണാൻ സാധിച്ചാൽ അതെനിക്ക് ലാഭമല്ലേ എന്ന് തോന്നിയതും സുധാമാവിന് ഇപ്പോ ഇരിക്കാൻ പറ്റാത്ത ഒരു മോഹം. എന്ത്? ഒന്നുകൂടി കാണണം കൃഷ്ണനെ. ഓടിച്ചെന്ന് ധർമ്മപത്നിയോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പുറപ്പെടും കേട്ടോ. എവിടേക്ക്? അസലായി, ഇപ്പൊ അങ്ങനെയായോ? നീയല്ലേ പറയാതെ പോയി കണ്ടിട്ട് വരുമെന്ന്. കൃഷ്ണനെ കാണാൻ പോവുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കൃഷ്ണന് കൊടുക്കാൻ. ആ ഭഗവാന്റെ കയ്യിലേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാൻ ഉണ്ടാവണം നിവേദ്യം. അടുത്തുള്ള അഗ്രഹാര തെരുവിൽ നിന്നും യാചിച്ചു വാങ്ങിയതായ അവില് തലിക്ക് ഉള്ളതിൽ നല്ലൊരു ചേലയിലേക്ക് കിഴിയാക്കി കെട്ടിവെച്ച് കിട്ടിയെന്ന് സുധാമാവിന്റെ കയ്യിലേക്ക് ഇതാ സമർപ്പിച്ചു. കൃഷ്ണനെ കാണാൻ പോകുന്നതായ നിമിഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പുറപ്പെട്ടതായ സുധാമാവ് നടന്നു നീങ്ങിയതായ വഴികളോ താണ്ടിയ ദൂരമോ അറിഞ്ഞില്ല. പിന്നെ സുധാമാവ് അറിയണത് എപ്പോഴാ? ബ്രഹ്മാനന്ദം ഗതോ യഥാ. പെട്ടെന്ന് കളഭത്തിന്റെ വാസന വന്ന് മൂക്കിൽ തട്ടി. ഭഗവാന്റെ തിരുനാമഘോഷം ചെവിയിൽ വന്ന് തട്ടി. അപ്പോഴാ സുധാമാവ് ഒന്ന് മനസ്സ് വീണ്ടെടുത്തത്. നോക്കുമ്പോഴേക്കും താൻ നിൽക്കുന്നത് ദ്വാരകയുടെ ഗോപുരം കഴിഞ്ഞു. 16,108 കൊട്ടാരങ്ങള് അതിന്റെ മധ്യത്തിൽ കൂടിയിട്ട് പരവതാനി വിരിച്ച രാജവീതിയിൽ കൂടി അനേകമനേകം സന്യാസി സംഘങ്ങള്, ഭക്തന്മാര്, ജനങ്ങള് ഒക്കെ ഓരോ കൊട്ടാരത്തിലേക്ക് കൃഷ്ണനെ കാണാൻ പോകുന്നുണ്ട്, കൃഷ്ണനെ കണ്ടുവരണുണ്ട്. അങ്ങനെ ആനന്ദലഹരിയില് ആ ദ്വാരകയുടെ രാജവീതിയിൽ കൂടിയിട്ട് സുധാമാവ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഓരോ കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തുമ്പോഴും നല്ല തിരക്കാ അവിടെ. അപ്പൊ സുധാമാവിന് തോന്നും അപ്പുറത്തെ കൊട്ടാരത്തിൽ കുറച്ച് തിരക്ക് കുറവാവും, അവിടെ ആരെങ്കിലും കൃഷ്ണൻ ഉണ്ടാവുമല്ലോ, അവിടെ പോകുമ്പോഴേക്കും അവിടെയും തിരക്കാം. കുറച്ചു കഴിഞ്ഞപ്പോ സുധാമാവിന് സംശയമായി, ഇതിൽ ഏത് കൊട്ടാരത്തിലാ കൃഷ്ണൻ ഉള്ളത് എന്ന് അറിയണമല്ലോ. അന്വേഷിക്കാം, എവിടെയാ കൃഷ്ണൻ ഉള്ളത്, ഏത് കൊട്ടാരത്തിലാ കൃഷ്ണൻ ഉള്ളത്, അന്വേഷിക്കാം എന്ന് ചിന്തിച്ച സുധാമാവ് പെട്ടെന്ന് ആലോചിച്ചു, അല്ല ഞാൻ എന്തൊരു വിഡ്ഢിയ, എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ, കൃഷ്ണൻ എന്നെ കാണാണ്ടിരിക്കൂ. ഭഗവാൻ ആരാ? സർവാന്തര്യാമിയാണ്. അപ്പോ ആരെങ്കിലും ഒരാള് പോയിട്ട്, അതെ ഒപ്പം പഠിച്ചൊരു കൂട്ടുകാരൻ അവിടെ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് വിവരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാന്? ഭഗവാൻ അറിയാതെ നഖലു കുശല സ്പന്ദിതുമപി, ഒരു സ്പന്ദനം പോലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല എന്നിരിക്കെ എവിടെയോ പ്രാരബ്ധത്തിന്റെ നടുവിലുണ്ടായിരുന്ന ഞാൻ ഇന്നിതാ ഈ ദ്വാരകയില്, ഈ കണ്ണന്റെ ദ്വാരകയുടെ ഗോപുരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയല്ലേ. അപ്പൊ പിന്നെ ഭഗവാൻ അറിയാം ഉണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് ഭഗവാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പാ, ഈ 16,108 കൊട്ടാരങ്ങളില് ഏതോ ഒരു കൊട്ടാരത്തില് ആ താമരക്കണ്ണുകളെ കൊണ്ട് കൃഷ്ണൻ എന്നെ കാണുന്നുണ്ടാവും. പിന്നെ സംശയമൊന്നുണ്ടായില്ല. സുധാമാവ് ഒരു വിളി വിളിച്ചു എന്നാ, ഇങ്ങോട്ടേക്കൊന്ന് വരണേ, അങ്ങിതിൽ ഏത് കൊട്ടാരത്തിലാ ഉള്ളതെന്ന് കാണാനുള്ള കഴിവ് എനിക്കില്ല, പക്ഷേ എന്നെ അങ്ങ് കാണുന്നുണ്ടാവില്ലേ എന്ന ഭാവത്തിൽ സുധാമാവ് ഒന്ന് കണ്ണടച്ച് വിളിച്ചതും പെട്ടെന്ന് തന്റെ അരികിലേക്ക് ആരോ ഓടി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. പുഞ്ചിലമ്പന്റെ ശബ്ദം. ഇതാരാ ഓടി വരണത് എന്ന് കണ്ണു തുറക്കുമ്പോഴേക്കും ആരാണെന്നൊന്നും മനസ്സിലായില്ല. ദോർഭ്യാം പര്യഗ്രഹിമുത, ആ മാറിടത്തിലേക്ക് ഗാഠമായിട്ട് അങ്ങ് ആലിംഗനം ചെയ്തു. ഒരു നിമിഷം പെട്ടെന്ന് ആരാ തന്നെ കെട്ടിപ്പിടിച്ചതെന്ന് സുധാമാവ് കണ്ടില്ല. പക്ഷേ ആ മാറിടത്തിലേക്ക് ചേർന്ന് കിടന്നപ്പോ തുളസിയുടെയും കളഭത്തിന്റെയും ഗന്ധം മൂക്കിലൊന്ന് വന്ന് തട്ടിയപ്പോ സുധാമാവിന്റെ മനസ്സ് പറഞ്ഞു, ഇത് തന്റെ കൃഷ്ണൻ തന്നെ.
കാരണം 64 ദിവസങ്ങൾ സാന്ദീപനിയുടെ ആശ്രമത്തില് എത്ര തവണ ഇതുപോലെ ഈ കണ്ണനെ താനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സുദാമാവും കൃഷ്ണനെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു, എടുത്തു കൊണ്ടുപോയി സ്വർണ്ണ സിംഹാസനത്തിലേക്ക് അവിടെ ആ ഭക്തനെ ഇരുത്തി. ആ സുദാമാവിന്റെ പാദങ്ങളെ സ്വർണ്ണ താമ്പാളത്തിലേക്ക് എടുത്തു വെച്ച് പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്ത് ഭംഗിയായിട്ട് അഭിഷേകം ചെയ്തു. ആ ഭക്തന്റെ പാദതീർത്ഥത്തെ തന്റെ കയ്യിലേക്കെടുത്ത് തന്റെ ശിരസിലേക്ക് ധന്യതയോടുകൂടിയിട്ട് അങ്ങനെ തളിച്ചപ്പോ അന്ന് പാണ്ഡവന്മാര് തന്റെ പാദതീർത്ഥത്തെ ശിരസിൽ ധരിച്ചപ്പോ അവർക്കുണ്ടായ ആനന്ദം അതെന്താണ്, അതിനേക്കാൾ വലുതാണ് എന്ന ഭാവത്തിൽ ഭഗവാൻ അനുഭവിച്ചു. തുളസിമാല സുദാമാവിന്റെ കഴുത്തിൽ അങ്ങനെ ചാർത്തി വീണ് നമസ്കരിച്ചു. ഒരാൾക്കിരിക്കാൻ പറ്റുന്ന കസേരയാണ്. നിന്ന നിൽപ്പിൽ നിന്ന് ഭഗവാൻ ഒരു ചാട്ടങ്ങ് ചാടി. സുദാമാവ് വിചാരിച്ചത് മടിയിലിരിക്കേണ്ട പരിപാടിയാണെന്ന്, നോക്കുമ്പോൾ മടിയിലല്ല, എന്നാ മടിയിൽ തന്നെയാണ്. അങ്ങനെ തിക്കി തിരക്കി ആ ഒരു സിംഹാസനത്തിൽ ഭഗവാനും കൂടി ചേർന്നിരുന്നപ്പോ സുദാമാവിന് കുറച്ച് വേവലാതിയായി. കാരണം കുചൈലം മലിനം ക്ഷാമം പിജം ധമനി സമ്പതം, തന്റെ വിയർപ്പ് നാറുന്ന ശരീരം ഭഗവാന്റെ ആ പളപളപ്പുള്ള പൂമേനിയിൽ തട്ടുമ്പോൾ ബുദ്ധിമുട്ടാവോ എന്ന ഭാവത്തിൽ സുദാമാവ് അവിടെ നിന്ന് നീങ്ങണോ എന്ന് വിചാരിച്ചപ്പോഴാണ് കരവൂ ഗൃഹ്യ ഒരു കൈകൊണ്ട് സുദാമാവിനെ അമർത്തി അവിടെ എത്തി. മറുകൈ കൊണ്ട് 2 കൈകളും കൂട്ടിപ്പിടിച്ച് ആ താമരക്കണ്ണുകളെ കൊണ്ട് സുദാമാവിന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കിന. ആ ഒരൊറ്റ നോട്ടത്തില് 100 ചോദ്യങ്ങൾ ചോദിക്കാതെ ചോദിച്ചു ഭഗവാൻ. ഒടുവില് സുദാമാവ് തന്നോടൊന്നും സംസാരിക്കില്ല. ഇനിയിപ്പോ ഞാനാ ചോദിക്കേണ്ടത്. എന്താ ചോദിക്കുക? കുറെ കാലം കൂടിയിട്ട് ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? സുഖാണോ? ഇയാളെ കണ്ടാൽ തന്നെ അറിയാം സുഖമല്ല. അപ്പൊ പിന്നെ സുഖാണോ എന്ന് ചോദിക്കാൻ പാടില്ല. അതല്ല, ഞാനിപ്പോ സുഖാണോ എന്ന് ചോദിച്ചാൽ ഈ സുദാമാവ് ആളുമെടുക്കന. സുഖാണോ സുദാമാവേ എന്ന് ചോദിച്ചാൽ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം വരും, സുഖം തരേണ്ട ആളാരാ? ചോദിച്ചാൽ ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് മനഃപൂർവ്വം ആ ചോദ്യം മാറ്റിവെച്ചു. അഭിബ്രഹ്മൻ ഗുരുകുലാൽ ഭവതാൽ ലബ്ധദക്ഷിണാൽ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോടാ സദൃശീ നവ. ഈ സുദാമാവേ പറയും, ഗുരുകുലത്തിൽ വെച്ച് ഗുരുദക്ഷിണ ചെയ്ത് പിരിഞ്ഞതല്ലേ നമ്മള്? അതിനുശേഷം എന്താ അങ്ങയുടെ സ്ഥിതി? അങ്ങ് വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതട്ടെ. അങ്ങയ്ക്ക് ലഭിച്ചതായ ഭാര്യ അങ്ങയ്ക്ക് സദൃശയായവള്, അങ്ങയ്ക്ക് അനുകൂലയായവള് തന്നെ ആയിരിക്കും. എന്താ ഭഗവാൻ ആണെന്ന് ഉറപ്പിക്കാൻ കാരണം? എന്റെ മുമ്പിലേക്ക് അയച്ചുവല്ലോ. ഇത്രയും വലിയ ദാരിദ്ര്യത്തില് മറ്റൊരാളുടെ മുമ്പിലും കൈനീട്ടാനല്ലല്ലോ, എന്റെ മുൻപിലേക്ക് അങ്ങയെ എത്തിച്ചില്ലേ. അതുകൊണ്ട് ധർമ്മപത്നി തന്നെയാണ്. ഇനി എത്ര മക്കളുണ്ട്, എത്ര വീടുണ്ട്, എത്ര സ്ഥലമുണ്ട്, ഒന്നും ഞാൻ ചോദിക്കണില്ല. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹിതം യഥ. എന്നിലേക്ക് മനസ്സുവെച്ച് എന്നെ ആശ്രയിച്ചു കഴിയണതായ അങ്ങയോട് ലൗകികമായ കാര്യങ്ങൾ ചോദിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ പ്രാരബ്ധങ്ങളൊന്നും ഞാൻ ചോദിച്ച് വിഷമിപ്പിക്കണില്ല. പക്ഷെ എന്റെ പ്രാരബ്ധം പറയാതെ സുദാമാവേ. സുദാമാവിന് ഓർമ്മയുണ്ടോ? അന്ന് സാന്ദീപനിയുടെ ആശ്രമത്തിൽ വെച്ച് ഞാൻ ഒരു ദിവസം സുദാമാവിന്റെ കൈയൊക്കെ പിടിച്ച് സത്യം ചെയ്തത് എന്ത്? ഈ ജന്മത്തിൽ ഞാൻ കല്യാണമേ കഴിക്കില്ല, സന്യാസിയാവുന്നൊക്കെ. എന്റെ സുദാമാവേ, കല്യാണേ കഴിക്കില്ല എന്ന് പറഞ്ഞ ഞാനിപ്പോ കേട്ടിട്ടുണ്ടാവും 16,000-ലധികം ഭാര്യമാര്. സുദാമാവ് വിചാരിക്കരുത് ഒരു കല്യാണം കഴിച്ചാൽ എത്രയാ പ്രാരബ്ധം ഏകദേശം സുദാമാവിന് അറിയാലോ. അപ്പൊ പിന്നെ എന്റെ പ്രാരബ്ധം സുദാമാവെന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങയെ മറന്നിട്ടല്ല, അങ്ങയെ ഓർക്കാനിട്ടല്ല. അങ്ങയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഈ കൃഷ്ണനില്ല. കാരണം എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ഓർക്കുന്നത് ഗുരുനാഥനായ സാന്ദീപനിയാണ്. എത്രയെത്ര സന്ദർഭങ്ങളില്ല ആ ഗുരുനാഥന്റെ കൈകൾ നമ്മുടെ ശിരസിലേക്ക് അനുഗ്രഹമായി ചേർത്തു പിടിച്ചത്.
അങ്ങനെ ആ സാന്ദീപനി എന്ന ഗുരുനാഥൻ അനുഗ്രഹിച്ച രംഗങ്ങൾ ഓർക്കുന്ന സമയത്തൊക്കെ അങ്ങയെ ഞാൻ ഓർക്കാറുണ്ട്. എല്ലാ തരത്തിലും എൻ്റെ ഒരു പ്രാരബ്ധത്തിനിടയിൽ അങ്ങോട്ട് വന്ന് കാണലുണ്ടാവില്ല. ഏകദേശം സുധാമാവിന് മനസ്സിലായല്ലോ. കാരണം എന്താ? ഒരു കൊട്ടാരത്തിൽ പ്രസവം, അച്ഛനെവിടെ ഞാനെത്തണം. ഒരു കൊട്ടാരത്തിൽ ഉപനയനം, അച്ഛനെവിടെ ഞാനെത്തണം. അമ്മമാരെല്ലാ കൊട്ടാരത്തിലും ഓരോന്നുണ്ട്, അച്ഛൻ ഞാൻ ഒരൊറ്റ ആളാ. രാവിലെ ആയ ഇറങ്ങി ഓട്ട സുധാമാവെ. ഒരു സ്ഥലത്ത് ഒരു ഉപനയനം, ഒരു സ്ഥലത്ത് ചോറൂണ്, ഒരു സ്ഥലത്ത് പേരുവിളി, ഒരു സ്ഥലത്ത് ജാതകർമ്മം, ഒരു സ്ഥലത്ത് വിവാഹം. ഇവിടെയൊക്കെ ഓടി 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 ഞാൻ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ സുധാമാവേ, എന്റെ പ്രാരബ്ധുണ്ടല്ലോ സുധാമാവേ എന്നൊക്കെ പറയലും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങി. അതിഗംഭീരം പ്രാരബ്ധ കൃഷ്ണന്. തല താഴ്ത്തിയിരിക്കുന്ന സുധാമാവ് ഉള്ളിൽ ചിരിച്ചു. ഇപ്പോഴും ആ കള്ള സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എന്താ ഭഗവാന്റെ സൂത്രം എന്നറിയോ? വല്ല പ്രാരബ്ധവും സുധാമാവ് ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാരബ്ധം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇപ്പൊ സുധാമാവിന് തോന്നുന്നുണ്ടാവും, അസ്സലായി ഇയാളോടായി ഇപ്പൊ ഒരു കല്യാണം കഴിച്ച എന്റെ കഥ മിണ്ടാണ്ടിരിക്കുക വേദം. എങ്കിലും ഈ പ്രാരബ്ധങ്ങളുടെ ഇടയിലും തളരാതെ തളരുന്ന ഭക്തന്മാർക്ക് താങ്ങാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സുധാമാവേ, അത് ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ഓർക്കണില്ലേ സന്ദീപനി എന്ന ആ ഗുരുനാഥനെ? 64 ദിവസങ്ങളിൽ സർവവിധത്തിലും നമ്മൾ ഓരോരുത്തരെയും ശിഷ്യരായിട്ടല്ല, സ്വന്തം കുട്ടികളെ പോലെ സ്നേഹിച്ചതായ ഗുരുനാഥനും ഗുരുപത്നിയും എത്രയെത്ര സന്ദർഭങ്ങളിൽ ആ ഗുരുനാഥന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് നന്നായി മക്കളെ എന്നനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. സുധാമാവ് എന്താ കരുതിയത്? അങ്ങയെ എവിടെ ആർക്കും പരിചയില്ല എന്നാണോ? ഈ ഇരിക്കുന്ന കുട്ടികൾക്ക്, എന്റെ മക്കൾക്കൊക്കെ അങ്ങയെ നല്ല പരിചയ. കാരണം അങ്ങയുടെ കഥ പറഞ്ഞു കൊടുക്കും ഞാൻ. ആ വിറക് ശേഖരിക്കാൻ പോയ കഥയൊക്കെ ഇല്ല, അതൊക്കെ ഇവർക്ക് നല്ല പരിചയം. പക്ഷെ ഇവർക്കൊന്നും അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു രാത്രിയുടെ വേവലാതി മനസ്സിലാവൂ. ചമരം കൊണ്ട് സുധാമാവിന് വീശിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന രുക്മിണിയെ നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, ഇവർക്കൊക്കെ അറിയാം ഈ കഥ, പക്ഷെ മടുത്തു. ഇടയ്ക്ക് കൃഷ്ണൻ രുക്മിണിയോട് പറയും, രുക്മിണി ഇവിടെ വരൂ, അതെ ഞാനൊരു കഥ പറയാം. ഈ കഥ കേട്ടാലുണ്ടല്ലോ നീ ഇവിടെ കിടന്ന് ചിരിക്കും. ശരി പറഞ്ഞോളൂ. പണ്ട് സാന്ദീപനിയുടെ ആശ്രമത്തിലുള്ള സമയത്ത് ഒരിക്കൽ വൈകുന്നേരം സന്ധ്യാസമയം ആവാറാവുമ്പോ ഗുരുപത്നി പറഞ്ഞു, അയ്യോ രാത്രിക്കൊക്കെ വിറകില്ലല്ലോ. ഗുരുകുലത്തുനിന്ന് പുറത്ത് ചാടാൻ ചാൻസ് നോക്കി നിൽക്കുക നമ്മള്. വിറക് ഞങ്ങളുണ്ടാ. അയ്യോ കുട്ടികളെ നിങ്ങൾ സന്ധിക്ക് പോണ്ട, അതൊന്നും കുഴപ്പമില്ലാന്ന് ഗുരുനാഥനോട് പറയേണ്ടിരുന്നാ മതി. അങ്ങനെ ഗുരുകുലത്തുനിന്ന് വിറക് ശേഖരിക്കാൻ അടുത്തുള്ള കാട്ടിലേക്ക് പോയതാ. അവിടെ പോയപ്പോ നല്ല കാട്ടുപഴങ്ങള്, കളിക്കാൻ സ്ഥലം, ഇതൊക്കെ കഴിഞ്ഞ് വിറക് കുറച്ച് പറക്കുമ്പോഴേക്കും സമയം വൈകിപ്പോയി. ഞാനും സുധാമാവും ബലരാമേട്ടനും കൂടി ആ രാത്രിയിലുണ്ടല്ലോ രുക്മിണി എന്ന് പറയുമ്പോഴേക്കും രുക്മിണി അവിടെ എഴുന്നേക്കും. ഈ കഥ കഴിഞ്ഞ ആഴ്ച 6 തവണ ഞാൻ കേട്ടു. ഇനി എനിക്കിത് കേൾക്കണ്ട. എന്റെ സുധാമാവേ, ഇവർക്കുണ്ടോ അന്ന് രാത്രിയില് ആ പെരുമഴയത്ത് ഘോരവനത്തിനകത്ത് നമ്മൾ 3 ആൾക്കാരും പരസ്പരം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ ആ ഒരു ദിവസം പിറ്റേന്ന് ഗുരുനാഥൻ ഓടി വന്ന് നമ്മൾ 3 ആൾക്കാരെയും അനുഗ്രഹിച്ചുകൊണ്ട് തുഷ്ടോകം ഭോ ദ്വിജശ്രേഷ്ഠ, ഇഹലോകത്തിലും പരലോകത്തിലും ഈ പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് തുണയായി തീരട്ടെ എന്ന ഭാവത്തിൽ അനുഗ്രഹിച്ച ആ സാന്ദീപനി എന്ന ഗുരുനാഥന്റെ അനുഗ്രഹം മറക്കരുതേ. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ജീവിതത്തില് ഒരു പൂർണ്ണതയുണ്ടെങ്കിൽ അത് ഭഗവാന്റെ, അത് ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. പെട്ടെന്ന് ഭഗവാന്റെ ഭാവം മറിക്കും. ഉപായ നമാനീതം. അല്ല പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ലേ? എന്താ സുധാമാവ് എനിക്ക് കൊണ്ടുവന്നത്?
കൊണ്ടുവന്നിട്ടുണ്ടോന്നല്ല, എന്താ കൊണ്ടുവന്നതെന്ന. കാരണം കൊണ്ടുവരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. എന്റെ സ്വഭാവം അറിയണ അല്ലല്ലോ സുധാമാവ്. ഉന്നതി കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ടാണോ തരാത്തത്? പ്രേംണ ഭൂരിയേവമേ ഭവേ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന ഭാവത്തില് എന്ത് സമർപ്പിച്ചാലും അതെനിക്ക് വലുത് തന്നെയാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. സുധാമാവിനറിയോ, കുടീശ്വരന്മാര് വന്ന് എന്റെ മുമ്പിൽ പലതും സമ്പത്ത് സമർപ്പിക്കുമ്പോ ചിലപ്പോ ശ്രീലകത്തിരുന്ന് ഞാൻ വേവലാതി പിടിക്കണത് ഒരു കുന്നിക്കുരു പൊട്ടിപ്പോവോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെയാ എന്റെ മനസ്സ്. ഒരു തുളസീതളം അത് ചിലപ്പോ എനിക്ക് മറ്റെന്ത് സമ്പത്തിനേക്കാളും വലുതായിരിക്കും. കാരണം അത് സമർപ്പിച്ച ആ ഭക്തന്റെ ഭാവം. അത്തരത്തിൽ ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണന് സന്തോഷമാവണേ എന്ന ഭാവത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ എത്ര ചെറുതും ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അതുകൊണ്ട് തരാതിരിക്കരുത്. സുധാമാവോ തന്നെ മറന്ന് ആ ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് കിമിതമിതി പ്രതുക കണ്ടുലാൻ, ഇതെന്താ സുധാമാവേ എന്ന് ചോദിക്കലും ആ വെക്കിലിയെ ഭഗവാൻ തട്ടിയെടുത്തു. അത് തുറന്ന് അതിൽ നിന്ന് ഒരു പിടി അവില് വാരിയെടുത്ത് തന്റെ താമരക്കണ്ണകളെ അടച്ച് ഭഗവാൻ ഒന്ന് സങ്കല്പിച്ചു. സത്യാസന്തു മനോരഥ, സുധാമാവിന്റെ സകലതരത്തിലുള്ളതായ ലൗകികമായ ദുഃഖങ്ങളും ഇല്ലാതായി എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ, ലക്ഷ്മീകടാക്ഷം സുധാമാവിനുണ്ടാവട്ടെ എന്ന ഭാവത്തില് ഭഗവാൻ ആ ഒരു പിടി അവരിനെ അങ്ങ് നിവേദിച്ച് വീണ്ടും എടുത്ത സമയത്താണ് രുക്മിണീദേവി കയ്യവിടെ പിടിച്ചു. ലക്ഷ്മീകടാക്ഷം അത് കുറച്ചു കാലം അനുഭവിച്ചിട്ട് പോരെ. മുക്തി, ഭൗതികമായ സുഖങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു, അടുത്തത് മുക്തിയാണ്. അതിന് കുറച്ചു കാലം കഴിയട്ടെ എന്ന ഭാവത്തിൽ. എന്നാൽ കാണുന്നവർക്കോ ഇത് അത്ര സാധുള്ള അവലാണെങ്കിലേ നിങ്ങൾ മാത്രം തിന്നാ മതിയോ, ഞങ്ങൾക്കൊക്കെ ഒന്നും തരൂ എന്നും പറഞ്ഞ് രുക്മിണി ദേവി കൈനീട്ടിയതും ആ രുക്മിണിയുടെ കയ്യിലേക്ക് ആ വിൽക്കിഴി അവിടെ വെച്ചു കൊടുത്തു. സകലർക്കുമായിട്ട് ആ വില്ലുവേദ്യത്തെ രുക്മിണി ദേവി വിതരണം ചെയ്തു. അന്ന് രാത്രിയില് പല കഥകളെ പാടിക്കൊണ്ട് ആ കൂട്ടുകാരനോടൊപ്പം ഭഗവാൻ അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് ഭഗവാന്റെ ഒപ്പം തന്നെ തന്റെ ബ്രാഹ്മകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ്, പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സുധാമാവ് പറഞ്ഞു, കൃഷ്ണ എനിക്ക് ഇപ്പോഴും തന്നെ പോകണം. ഇത്രയ്ക്കൊക്കെ കാലം കൂടിയിട്ട് ആ കൂട്ടുകാരൻ വന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണ്ടേ ഈ കൃഷ്ണൻ? ഒരക്ഷരം വേണ്ടിയില്ല. പോണോ? പോയിക്കോളൂ. എന്റെ കാരണം ഭഗവാൻ അറിയാം സുധാമാവ് തന്നോടൊപ്പം എത്ര കാലം വേണമെങ്കിലും നിൽക്കും. എന്നാൽ സുധാമാവിനെ കാത്തിരിക്കുന്ന ആ ധർമ്മപത്നിക്ക് സന്തോഷാവാൻ സുധാമാവ് ഇപ്പൊ പോണം. യാത്ര ചോദിച്ച് ഇറങ്ങുന്നതായ സുധാമാവിനെ യാത്രയാക്കാൻ ദ്വാരകയുടെ ഗോപുരം വരെ ശ്രീകൃഷ്ണ ഭഗവാൻ 16,000-ലധികം മഹാലക്ഷ്മിമാരെയും ഒപ്പം കൂട്ടിയിട്ടതായി ഇറങ്ങി വന്നു. ഗോപുരത്തിനടുത്തെത്തിയതും ഒന്നുകൂടി ആ ഭക്തനെ മരണത്തിലേക്ക് ആലിംഗനം ചെയ്ത് തൊഴുതുകൊണ്ട് ഭഗവാന്റെ വാക്കുകളാണ്, ഹേ സുധാമാവേ, എന്റെ പ്രാരബ്ധമൊക്കെ അങ്ങ് കണ്ടില്ലേ, ഇപ്പോഴും അങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയും വരണം ദ്വാരകയിലേക്ക്. എത്രയോ ഭക്തന്മാര് ഈ ദ്വാരകയിലേക്ക് കൃഷ്ണനെ കാണാൻ വരണുണ്ടെങ്കിലും അങ്ങയെ പോലെയുള്ള ഭക്തന്മാര് അപൂർവമാണ്. അതുകൊണ്ട് മറക്കരുതേ, എപ്പോഴാണോ ജീവിതത്തില് പ്രാരബ്ധ ദുഃഖങ്ങളും രോഗാദി ദുരിതങ്ങളും വന്ന് അലയണത്, ആ സമയത്ത് മനസ്സുകൊണ്ട് ഈ കൃഷ്ണനെ ഒന്ന് സ്മരിക്കും. ഒരു തരത്തിലുള്ള ദുഃഖങ്ങളിലേക്കും വഴുതി വീഴാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ഭക്തനെ എന്ന് പറഞ്ഞ് ആ സുധാമാവിനെ സന്തോഷത്തോടുകൂടി യാത്രയാക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന സുധാമാവിന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞൊഴുകി. വാഹം ദരിദ്ര പാപിയ കൃഷ്ണശ്രീനികേതന, കൃഷ്ണനോടൊപ്പം ഇരിക്കാൻ, കൃഷ്ണനെ എന്നെ പൂജിക്കാൻ, കൃഷ്ണനെ ആലിംഗനം ചെയ്യാനൊക്കെ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഗുരുനാഥന്റെ അനുഗ്രഹം തന്നെയാ.
ഗുരുനാഥന്റെ അനുഗ്രഹം തന്നെയാ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് സുധാമാവ് ദ്വാരകയിലേക്ക് തന്നെ എത്തിയോന്നൊരു സംശയം. കാരണം കൃഷ്ണന്റെ കൊട്ടാരം പോലൊരു കൊട്ടാരം, അതിനകത്തുനിന്ന് രുക്മിണീഭാവത്തിൽ ഇറങ്ങി വരുന്നത് തന്റെ ധർമ്മപത്നിയാണ് എന്ന് കണ്ടപ്പോ സന്തോഷായി. വേണ്ടതുപോലെ ആ ധർമ്മപത്നി അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും അതിനകത്ത് സകലതരത്തിലുള്ള സുഖസൗകര്യങ്ങളും ഭഗവാൻ അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഇന്നലെ കൃഷ്ണന്റെ അടുത്ത് പോയപ്പോ ഇരുന്ന സിംഹാസനല്ലേ, അതന്നെ ഇവിടെയുണ്ട്. ഇതിന്നലെ ഞാൻ കടന്നതല്ലേ, അതന്നെ ഇവിടെ ഉണ്ട്. ഇതിന്നലെ ഞാൻ കുടിച്ച പാത്രമല്ലേ, ഇതിന്നലെ ഞാൻ കഴിച്ച പാത്രമല്ലേ, എല്ലാം അതുപോലെ. ഇങ്ങനെ തനിക്ക് തുല്യമായ സമ്പത്ത് ആ സുധാമാവിനായിട്ട് ഭഗവാൻ കൊടുത്തു. പക്ഷേ ബുഭുജേന അതിലംബട, ഒന്നും വേണ്ടാന്നൊന്നും വെച്ചില്ല. ഞാനിവിടെ താഴെ ഇരുന്നോളാന്ന്. അപ്പൊ ഭൃത്യന്മാര് പറയും, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കേണ്ടതെന്ന്. അപ്പൊ ചാടിയിരിക്കും. ഞാൻ ഇതൊന്നും കഴിക്കാറില്ല, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കണമെന്ന്, എന്നാ കഴിക്കാം. ഇതെങ്ങനെയാ കുടിക്കുക? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കണമെന്ന്, എന്നാ കുടിക്കാം. ഇങ്ങനെ തന്റെ ജീവിതത്തിൽ കിട്ടിയ സമ്പത്ത് ഭഗവാൻ തന്നതാണ് എന്ന ഭാവത്തിൽ പ്രസാദമായി ഉപയോഗിച്ചു. എന്നാൽ അതേ സമ്പത്തിന്റെ മധ്യത്തിലിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. തസ്സീവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. ഭഗവാനെ, ദ്വാരകയിലേക്ക് ഞാൻ അങ്ങയെ കാണാൻ വന്നത് ഒരിക്കലും ഈ സമ്പത്തിനൊന്നും വേണ്ടിയിട്ടായിരുന്നില്ല. എനിക്ക് കിട്ടേണ്ട സമ്പത്ത്, ഞാൻ ആഗ്രഹിച്ച സമ്പത്ത്, അത് ദ്വാരകയുടെ ഗോപുരം കടന്നപ്പെടുത്താൻ എനിക്ക് കിട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഏതാ അത്? അങ്ങ് ഇങ്ങോട്ടേക്ക് വന്ന് ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്ത് ഹേ സുധാമാവേ കൂട്ടുകാരാന്ന് വിളിച്ചില്ലേ, ആ ഒരു നിമിഷം കൃഷ്ണൻ എന്നെ മറന്നില്ലല്ലോ. കൃഷ്ണൻ എന്നെ മറക്കാതെ ഓർക്കണുണ്ടല്ലോ. ഇതിൽ പരം ഒരു സമ്പത്ത് വേറെന്താ വേണ്ടത്? ഇനിയൊരു ജന്മം, അത് ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിൽ, എവിടെ, എങ്ങനെ, എപ്പോ, അതൊന്നും എന്റെ കയ്യിലല്ല കണക്കുള്ളത്. എങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ മറന്നാലും എന്നെ മറക്കാതെ എന്നും ഹൃദയത്തിൽ ഓർക്കണേ എന്ന ആ ഒരു സുധാമാവിന്റെ പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന തന്നെയാവണം. നാളെ ഈ ഒരു നേരമാകുമ്പോഴേക്കും 7 ദിവസത്തെ ഈ ഭാഗവത രംഗത്തെ സമർപ്പിച്ച് പല നാട്ടിലേക്ക്, പല പ്രാരബ്ധത്തിലേക്ക്, പലതരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളുടെ നൂലാമാലകളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഭാഗവതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ടത്, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ വലിയ ഭക്തന്മാർ. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം സംഭകദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് യജ്ഞവേദിയിൽ ആ വിൽക്കിഴി സമർപ്പിച്ച ആൾക്കാര് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാര് വൈകുന്നേരം വാങ്ങിയാലും മതി. അല്ല, ഉച്ചയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ പ്രസാദം യജ്ഞവേദിയിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ് എന്നറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം സമർപ്പണം ചെയ്ത രാമചന്ദ്രൻ, പ്രഭാത ഭക്ഷണം, വായന, അന്നദാനം ഇവ യജ്ഞവേദിയിൽ സമർപ്പിച്ചതായ രാമചന്ദ്രൻ, അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ യജ്ഞശാലയിൽ നിന്നും അതിന്റെ പ്രത്യേക പ്രസാദത്തെ സ്വീകരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമായിട്ട് 2:15 കഴിഞ്ഞ് പാരായണം തുടരും. വിഷ്ണുകോപസംഗമം, സുഭദ്രാകരണം, വേദസ്തുതി, ഭൃഗുപരീക്ഷ, വൃകാസുരമോക്ഷം, സന്താനഗോപാല, ദശമസ്കന്ധ കഥാസമർപ്പണം, ഏകാദശ സ്കന്ധത്തിൽ കൃഷ്ണാവതാര ലീലാ സമർപ്പണത്തിന് മുന്നോടിയായി ഉദ്ധവന ഭഗവാൻ നൽകുന്ന ധർമ്മോപദേശം വരെയാണ് പാരായണം ചെയ്യുക. നാളെ ഉദ്ദേശം 11:30 ഭാഗവത യജ്ഞ സമർപ്പണ രംഗത്തിലേക്ക്
ശ്രദ്ധയാ ധാരയൽ യസ്താം ക്ഷേമം ഗച്ഛേത കിഞ്ചന. വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ സംവാദമൃഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവൽ പ്രിയ സനാതന ഋഷിം ദ്രഷ്ടും യയോ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്തേ നൃണാം ധർമ്മജ്ഞാന സമോപേതമാകൽപാദാസ്ഥിതസ്തവ. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം പ്രണതോ പൃച്ഛതുതമേവ ഗുരുദ്വഃ. തസ്മൈ ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിദം യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീഭഗവാനുവാച സ്വായംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവത്പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമൂർധ്വരേതസാം. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസംവൃത്തസുതയോ യത്ര ചേരതേ തത്ര ഹായമഭുൽ പ്രശ്നസ്ത്വം മാം യമനുപൃച്ഛസി. തുല്യശ്രുതപശീലാ തുല്യസ്വീയാരിമധ്യമാ അഭിഗതൃപ്രവദനം ഏകം ശുശ്രൂഷവോപരേ. അനന്തന ഉവാച സുസഷ്ടമിതമാബീയാശയാനം സകശക്തിഭിः തദന്തേ ബോധയാൻ ചക്രുസ്തല്ലിംഗൈ ശ്രുതയഃ പരം. യഥാശയാൻ സമ്പ്രാജം മന്ദിനസ്തൽപരാക്രമൈ പ്രത്യൂഷേഭ്യേത ശുശ്ലോകൈ ബോധയന്ത്യനുജീവിന. ശ്രുതയ ഊചു ജയ ജയ ജക്ഷ്യജാമജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗദോഗസാമഭിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരദോനുചരേർനിഗമ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യദ ഉദയാസ്തമയൗ വികൃതൈർമൃതിവാ വികൃതാൽ അദർശയോ ദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി തൃണാം. ഇതി തവ സൂരയസ്ത്യധിപദേഹിലോകമലക്ഷപണകഥാ മൃദാബ്ധിമവഗാഹ്യതപാംസി ജഹോ കിമുദ പുനഃ സ്വധാമ വിദുദാശയകാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. ഹൃദയൈവ സ്വസന്ധ്യസുഹൃദോ യതി തേനുവിധാ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്നയോത്ര ചരമോന്നമയാദിഷുയ സദസദ പരം ത്വമദ യദേഷ്വവശേഷമൃതം. ഉദരമുപാസദേ ഋഷിവത്മസു കൂർപ്പദൃശ പരിസരബദ്ധതിം ഹൃദയമാരുണയോദഹരം തദ ഉദഗാദനന്ദതവധാമ ശിരഃ പരമം പുനരികയിൽ സമീപ്യ ന പതന്തി കൃതാന്തമുഖേ. സുഹൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ കരതമതശ്ചകാസ്യനലവൽ സുകൃതാനുകൃതി അതത വിദദാ സ്വമൂഷവിദഗം തവ ധാമ സമം വിരജതയോന്യയന്യഭിവിപണ്യവലേകരസം. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നിർഗതിം വിരിച്ച കവയോ നിഗമാവപനം ഭവത ഉപാസത്തെ ഘ്രിമഭവം ഭുവി വിശ്വസിതാ. ദുരവഗമാത്മതത്വനിഗമായ തവാപ്തതനോ ചരിതമഹാമൃതാബ്ധിപരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജകം സകുലസംഗവിസൃഷ്ടഗൃഹാ. ത്വദനുപഥം കുലായമിദമാത്മസുഹൃത്പ്രിയവൽ ചരതി തഥോന്മുഖേ ത്വയി ദേ പ്രിയ ആത്മനി ച ന ബദരമന്ത്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുജുഭയേ കുശരീരഭൃതഃ
നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുചോ ഹൃദയൻ മുനയ ഉപാസത്തെ തദരയോപിയയുസ്മരണാൽ സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോംഘ്രിസരോജസുധാഃ ഇഹ नु वेदपदावरजन्मलयोऽग्रसरं यद उदगादृश्रूयमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजवा किमपि न तत्र शास्त्रमवकृष्य शयित यदा जनिमसदस्ततो मृदिमुदात्मनि ये च पिता विपणमृतं स्मरन्त्युपदिशन्ति त आरुपितैः त्रिगुणमयः पुमानिधिभिदा यदबोधकृता त्वयि न तदपरत्र स भवेदवबोधरसे सदिव मनस्त्रिवृत्त्वै विभात्य सदा मनुजाल् सदभिमृशन् याशेषमिदमात्मतयात्मविदा न हि विकृतिं त्यजन्ति कनगस्य तदात्मतया स्वकृतमनुप्रविष्टमिदमात्मतयावसिदम् तव परिये चरन्त्यखिल सत्त्वनिकेततया त उदपदाक्रमन्त्यविकनय्य शिरो नृदेः परिवयसे पशूनिव गिरा विबुधानपिता त्वयि कृतसौहृदा खलु पुनन्दिनये विमुखा त्वमकरणस्वराडखिलकारकशक्तिधरा तव बलिमुद्वहन्ति समदन्त्यजया निमिषा वर्षभुजोऽखिलक्षितिपतेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवदशकिता तिरजरजातयस्युरजयोत्थनिमित्तयुजो विकर उदीक्षयापन यदि परस्य विमुक्त तदा न हि परमस्य कश्चिदपरो न परश्च भवेत् वियत इवापदस्य च वशून्यतुलां दधता अपरिमिता ध्रुवास्तनुभृदो यदि सर्वगदा तर्हि न शासतेति नियमो ध्रुवनेतरथा अजनिजयन्मयं तदा विमुच्य नियन्तृभवेल् सममनुजानद यदमदं मददुष्टतया न खडद उद्भव प्रकृतिपूरुषयो रजयोः उभययुजा भवन्त्य सुहृतो जलबुद्बुदवल् त्वयि त इमे ततो विविधनामगुणैः परमे सरित इवार्णवे मथुनिलिल्युरशेषरसाः नृषुतव मायया भ्रमममीषवगत्य भृशं त्वयि सुधियो भवेद्दधति भावमनुप्रभवम् कथमनुवर्ततां भवभयं तव यद्भृगुडि सृजति मुहुस्तृणेमिरभवल्चरणेषु भयम् विजितऋषीकवायुविरपन्तमनस्तुरगं य इह यतन्ति यन्तुमतिलोलमुपायखित व्यसनशतान्विता समवहाय गुरोश्चरणं वणित इवाच सन्ध्यकृतकर्णधरा जलधौ स्वचन सुदार्थदारधनधामधरासुरधे त्वयि सति किं नृणां श्वयदात्मनि सर्वरसे इति सदजानदां मिथुनदोरदये चरदां सुखयति कोन्विहस्त्वविहते स्वनिरस्तभगे भुवि पुरुपुण्यतीर्थसदनान् ऋषयो विमदात उदपवल्पदाम्बुजहृदो अखविदङ्घ्रिचलाः दधति सकृन्मनस्तु यय आत्मनि नित्यसुखे न पुनरुपासते पुरुषसारकरावसधाम् सद इदमुत्थितं सदिति चेन्ननु तर्कहदं व्यभिचरति क्वच क्वच मृषा न तथो भययुक् व्यवहृदये विगल्प इषिदोन्धपरम्परया भ्रमयति भारती त उरुवृत्तिभिरुद्धजडान् न यदिदमग्र आसन भविष्यततो निधनाल् अनुमितमन्दरा त्वयि विभाति मृषैकरसे अद उपमीयते द्रविणचादिविकल्पपथैर्विदधमनो विलासमृदमित्यवयन्द्यबुधा स यतजया त्वजामनुशयीदगुणांश्च जुषन् भजति सरूपदां तदनु मृत्युमपेत भग त्वमुदजहासितामहिरिव त्वजमात्तभगो महसि महीयसेष्टगुणिदे परिमेय भग यदि न समुद्धरन्ति यतयो कृदिकामजडा दुरधिगमो सतां कृदिगतो स्मृतकण्ठमणि
അസുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനപകദാന്തഗാദനധിരൂഢപദാദ്ധവത त्वदवगमेन वेत्ति भवदुत्थशुभाशुभयोः गुणविगुणान्वयां सर्हि देहभृतां च गिरा अनियुगमन्यहं सगुणगीतपरम्परया श्रवणभृतो यदस्त्वमपवर्गगतिर्मनुजैः द्विपतय एव ते नययुरन्तमनन्ततया त्वमपि यदन्तराण्डनिचया ननु सावरणाः घ इव रजांसि वान्दिवयसा सहैर्श्रुतया त्वयि फलन्त्यतं निरसनेन भवन्मिथना श्रीभगवानुवाच इत्येतत् ब्रह्मणपुत्र आश्रुत्यात्मानुशासनं सनन्तरमधारतो सिद्धात्मात्मनो गतिम् इत्यशेषतमाम्नाया पुराण उपनिषद्सा समुद्रतपूर्वजातिर्व्योमयानिर्महात्मभिः जयितर्ब्रह्मदायान श्रद्धयात्मानुशासनं धारयप्सरगां कामं कामानां भर्जनं नृणाम् श्रीशुगोवाच एवं स ऋषणादिष्टं गृहीत्वा श्रद्धयात्मवान् पूर्णश्रुतधरो राजन्नाहवीरव्रतो मुनिः नारद उवाच नमस्तस्मै भगवते कृष्णाय मलकीर्तये यो धत्ते सर्वभूतानाम् अभवायोषधी कला इत्याद्यं ऋषिमानन्यातशिष्यां च महात्मना तदोगादाश्रमं साक्षात् पितर्द्वैपायनस्य मे सभाजितो भगवता गदासनवरिग्रहा तस्मै तद्वर्णयामास नारायणमुखाच्छ्रुतम् इत्येतद्वर्णितं राजन् यन्न प्रश्नकृतस्त्वया यथा ब्रह्मण्यनिर्देशे निर्गुणैकमनश्चरे योऽस्योल्प्रेक्षकादिमध्यनिधने यो व्यक्तजीवेश्वरो यस्सृष्ट्वेदमनुप्रविश्य ऋषिणा चक्रे पुरश्चास्तिदा यं सम्पद्यजहात्यजामनचे सुप्तकुलायं यथा तं कैवल्यनिरस्तयोनिमभयं ध्यायेदजस्रं हरिं श्रीहरे नमः इति श्रीमद्भागवतमहापुराणे संहितायां सप्तमोत्तरार्धे नारद संवादे वेदस्तुनाम सप्ताशीतितमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द ओम नमो भगवते वासुदेवाय अथ जिज्ञासयापेव भृगं ब्रह्मसुदं प्रभातज्ञत्ये प्रेषयामासु सुभ्यगां ब्रह्मणसभा तदस्मै प्रकरणं स्तोत्रं चक्रे सत्त्वपरीक्षया तस्मै सुक्रोधा भगवान् प्रज्वलन् स्वेन तेजसा सा आत्मन्युतुदं मन्यमात्मजाय आत्मना प्रभो अशेषमवेधावन्यं च योन्यावारणात्मभो ततः कैलासमगमन सदं देवो महेश्वरा वरदब्धं समारेभ्य उत्थाय भ्रातरमुदा नैत्यत्तमस्तिल्पद्धगा इति देवस्य गोपगा शूलमुद्यमिदं हन्तमारेभ्ये दिक्मलोचना बदित्वा पादिगौर्देवी सान्त्वयामास तंगिरा भोजगाम वैकुण्ठमित्र देवो जनार्दन शैवानं श्रेयोत्सङ्गे पदावक्षस्य तारे तदत्थाय भगवान् सकलक्ष्म्या सदाङ्गदे तदत्पादविरुह्याधानानामशिरसामणिमागते स्वागतं ब्रह्मनिषेधात्रासनेक्षणम् अजानदामागदान् वाक्सन्तमर्हधनप्रभो अतीव गोमलोतादाचरणो ते महामणित्युक्तप्रजनमर्दयं स्वेन पाणिना पुनीकसकलोकं मम लोकपालं समर्पितं पादोदकेन भवदस्तीर्थानां तीर्थगारिणा अद्याहं भगवल्लक्ष्म्या आसमेकान्तभाजनं वल्स्यत्युरसि मे भूतिभवल्पादकदां श्रीशुक उवाच एवं ब्रवाणे वैकुण्ठे भुगस्तन्मन्त्र्याज्ञानिर्वदस्तर्पितस्तूष्णीं भक्तिकण्ठोश्रुलोचना पुनश्चोत्रमावृज्यमनीनां ब्रह्मवादिना सानुभूतमशेषेण राजं भृगुरवर्णयतु न शम्याधमनय विस्मितां मुक्तसंशया भूयां संश्रद्धदुर्विष्णुं यदस्यान्तर्यतो भयं धर्मसाक्षात् यतो ज्ञानं वैराग्यं च तदण्डितम् ऐश्वर्यं चार्थदात्यस्मात् यशश्चात्ममलाभगं मुनीनं न्यस्तदण्डानां शान्तानां समवेद समकिञ्चनानां साधूनां यमाहु परमां गतिम् सत्त्वं यस्य प्रिया मूर्ति ब्राह्मणास्तु तदेवदा भजन्ति नाचदशाम्ला यं वा निपुणमुद्यात विधागयत्तस्य नाचदासुरासुरा पुण्यमाया सृष्टा सत्तं तत्तीर्थसाधनं श्रीशुक उवाच एवं सारस्वता विप्राणानां संशयत्तये पुरुषस्य पदां भोजसेव्या कल्पतिं गदा सूत उवाच इत्येतन्मुनितनयास्य पद्मगन्धपीयूषं भवभयभिर्परस्य वंश सुश्लोकं श्रवणपदैर्वत्यभिक्ष्णं पान्धोद्भभ्रमणपरिश्रमं जहाति श्रीशुक उवाच एकदा द्वारवत्यां कविप्रपत्न्याः कुमारका जातमात्रभुवः ममारकिलभारत विप्रो गृहीत्वा मृतकं राजद्वारिपथाय सा इदं प्रोवाचविलभन् आतुरो दीनमानसा जन्मद्विषषडधियोलुप्तशिष्यात्मना शब्दबन्धो कर्मदोषः पञ्चत्वं एकदोद्भग हिंसाविहारं नृपतिं दुःशीलमजितेन्द्रिय प्रजा भजन्त्यासीदन्ति दरिद्रा नित्यदुःखिता एवं द्वितीयविप्रश्य तदीयं त्वेवमेव विसृज्य समनर्द्रपद्वारीतां गाथां समकायदातामर्जुन उपश्रुत्याकर्यजल्केशवान्तिके परेदेव मे बाले ब्राह्मणं सौभाषणाख्यं शैलब्रह्मस्त्वं निवासैह नास्ति धनुर्धर राजबन्धुरे देवै ब्राह्मणा सत्रमासुदे दरदारात्मजा भक्ता यत्र शोचन्ति ब्राह्मणा ते वै राजन्यवेषेण जीवन्ति सुम्बराहं प्रजां वां भगवन्
രക്ഷിഷ്യേദീനയോരികാനിസ്തീർണ പ്രതിജ്ഞോഗ്നിം പ്രവേക്ഷകഥകൽമഷാം ബ്രാഹ്മണ ഉവാച സംഘർഷണോ വാസുദേവാമൃത്യുന്നോധനാംബര അനിരുദ്ധോ പ്രതിരഥോ നത്രാദം ശക്നുവന്തിയ കൽക്കഥം ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരേ ചിഗുരുഷിത്വം പാലിശ്യാൽ തന്നാശ്രദ്ധമഹേ വയം. അർജുന ഉവാച നാഗം സംഘർഷണോ ബ്രഹ്മണ്ണ കൃഷ്ണകാർഷ്ണിരേവജാഹം വാ അർജുനോ നാമ ഗാന്ധീവം യസ്യ വൈധന മാവമംസാമമ ബ്രഹ്മൻ വീരം ത്രംബകദോഷം മൃത്യും വിചിത്രപദന്യാനേശേതേ പ്രജാമൃഭോ ഏവം വിശ്രംഭിതോ വിപ്രാഭാകുമേന പരം തവാദകാമസ്വഗൃഹം പ്രീത പാർത്ഥവീരം നിശാമയ പ്രസൂതികാലാസന്നേ ഭാര്യായ തിജസത്തമാ പാഹി പാക പ്രജാമൃത്യുരിത്യാഹ ജനമാതുര സൗഭസ്പൃശ്യാശുച്ഛംഭോ നമസ്കൃത്യ മഹേശ്വര ദിവ്യാന്യസ്ത്രാണ സംസ്മൃത്യ സജ്ജം ഗാന്ധീവമാതതേ നരുണസൂതികാകാരം ശരൈർനാനാത്രയോതിതേ തിദ്യഗോർധമത പാർത്ഥശകാരശരവഞ്ചരം തതക്കുമാരസംജാതോ വിപ്രപജ്ഞാരുദിന്മുഹോ സദ്യോ ദർശനമാവേദേ സശരീരോ വിഹായസ തഥാ വിപ്രോ വിജയമിനന്ദൻ കൃഷ്ണസന്നിധോ മൗഢ്യം പശതമേയോഹം ശ്രദ്ധധേ ക്ലീപകഥനം ന പ്രദ്യുമ്നോ ന അനിരുദ്ധോ ന രാമോ ന ച കേശവ യസ്യ ചേകുപരിത്രാദം കോന്യസ്തദവിദേശ്വര ധികാർജുനം വൃഷാവാദം ധികാത്മശ്ലാഘിനോധനോ ദൈവോപസൃഷ്ടം യോ മൗഢ്യാദാനിനീഷരി ദുർമതി ഏവം ശവദേഭ്രശ വിദ്യാമാസ്ഥായ ഭാഗ്യുന ഏയോ സംയമനീമാശോ യത്രാസ്തേ ഭഗവാൻ യമ വിപ്രാപത്യമജക്ഷാണതദ ഐന്ദ്രിയമഗാൽപുര്യം ആഗ്നേയം നൈരുദ്യം സൗമ്യവായുവ്യാമാരുണിമദാരസാതലം നാഗപൃഷ്ഠം ദിഷ്ണ്യാന്യന്യായുധായുധ തദോ ലബ്ധദ്വിജസുതോ ഹിരസ്തിർണ പ്രതിശ്രുതം അഗ്നിഞ്ജക്ഷു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധത ദർശയേദ്വിജസൂനം തേ മാവജ്ഞാത്മാനമാത്മന ഈയതേന കീർത്തിവിമലാ മനുഷ്യാ സ്ഥാപയിഷ്യന്തി ഇത് സംഭാഷ ഭഗവാൻ അർജുനേന സകേശ്വര ദിവ്യം സ്വരഥമാസ്ഥായ പ്രതീജിം ദിശമാവിശൽ സപ്തദ്വീപ സപ്തസിന്ധൂൻ സപ്തസപ്തഗിരീനഥ ലോകാലോകം തഥാദിത്യവിവേശാ സുമഹത്തമ തത്രാശ്വാശൈവ സുഗ്രീവ മേഘപുഷ്പബലാഹക തമസിഭ്രഷ്ടകദയോ ബഭൂർഭരതർഷഭ താം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗീശ്വരേശ്വര സഹസ്രാദിത്യസംഘാശം തുദക്രം പ്രാപിനോൽപുര തമസ്തു ഘോരം ഗഹനം കൃതം മഹൽ വിദാരയിൽ ഭൂരിതരേണ രോജിഷ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യഥാജമോ ദ്വാരേണ ചക്രാനപഥേന തത്തമപരം പരം ജ്യോതിരനന്ദപാര സമശ്നുവാനം രസനിക്ഷഭാഗുന പ്രദാഠിതാക്ഷോപി തഥേക്ഷിണി ഉഭേ തദപ്രവിഷ്ടസ്ഥലിലം നഭസ്വദാ ബലീയസൈജൃകദൂർമിഭൂഷണം തത്രാദ്ഭുതം വൈഭവനം ദ്യുമത്തമം ഭ്രാജന്മണിസ്തംഭ സഹസ്രശോഭിതം തസ്മിൻ മഹാഭീമാനന്ദമത്ഭുതം സഹസ്രമൂർധന്യഭണാമണിദ്യുഭിः വിഭ്രാജമാനം ദ്വിഗുണോൽപണക്ഷണം ചിദാജലാഭം ശിതിഗന്ധജിഹ്വം ദദർശതൽഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം തുഭിശങ്കവാസസം പ്രസന്നവക്ത്രം ചിരായതേക്ഷണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 സർവത്ര സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മഹാമണിഭ്രാതികിരീടകുണ്ടലപരഭാപരിച്യുതസഹസ്രകുണ്ടലം പരമ്പജാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം സോനാന്തമന്തപ്രമുഖേ സ്വപാർഷദേ ശക്രാതവേർമോട്ടുധരേ നിജായുധേ പുഷ്ടിയാശ്രിയാകീർത്യജയാകിലർദ്ധിഭിർനിഷേവിമാനം പരനിഷ്ഠിനാമ്പതി വവന്ദ ആത്മാനമനന്തമച്യുതോ ജിഷ്ണുസതദ്ദർശനജാതസാധ്വസ താവാഹഭൂമാ പരമേഷ്ഠിനാം പ്രഭോബദ്ധാഞ്ജലി സസ്മിതമൂർധയാഗിര ദ്വിജാത്മജാനയുഗയോർദ്ധിദൃക്ഷുണാമയോപനീതാംഭുവിധർമ്മഗുപ്തേ കലാവതിർനാഭവനിർഭരാസുരാഹത്തേഹ ഭൂയസ്വരേതമന്ദിനെ പൂർണ്ണകാമാവിവാം നരനാരായണ വൃഷിധർമ്മമാചരതാം ചിത്തേർഷഭൂലോകസംഗ്രഹം ഇത്യാദിത്വ ഭഗവതാതോ കൃഷ്ണോ പരമേഷ്ഠിന ഓമിത്യാന്യഭൂമാനമാദായ ദ്വിജതാരക നവർത്തതാം സ്വഗന്ധാമ സംപ്രകൃഷ്ടോ യഥാകഥവിപ്രായതപുത്ര യഥാരൂപം യഥാവയ നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത യൽകിഞ്ചിൽ പൗരുഷം പുംസാ കൃഷ്ണാനുഗംബിതം യത്കിഞ്ചിൽ പൗരുഷം പുംസാ കൃഷ്ണാനുഗംബിതം
गिरिदृशाननेकानि वीराणि प्रदर्शयन् बुभोजे विषयान् ग्राम्यानीते चात्युर्जले मखेः प्रवर्षाभिरां कामादजासु ब्राह्मणादिषु यथा कर्मदेवेन्द्र भगवान् श्रेष्ठमास्तिदा तत्त्वान्तर्धर्मिष्ठङ्घादित्वार्जुनादिभिः अञ्जसावर्तयामासा धर्मं धर्मसुधादिभिः श्रीहरे नमः इति श्रीमद्भागवतमहापुराणे संहितायां संस्कृतत्रार्थे द्वितीयकुमारायणं नाम एकोननवतितमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द कुशलं स्म वेणु दामोदराधर सुधामपि गोपिकानां भुङ्क्ते स्वयं यदवशिष्टरसं हृदिन्यो हृष्यत्वचोश्रु मुमुजुस्तरवो यथाज्ञा वृन्दावनं सखि भुवो विदनोति कीर्तिं यद्देवकी सुतपदाम्बुजलब्धलक्ष्मी गोविन्द वेणुमनुमत्तमयूरनृत्यं प्रेक्ष्याद्रिसान्वपरदान्यसमस्त सत्त्वं धन्यास्म मूढपतयोऽपि हरिण्ययेत यानन्दनन्दनमुपात्त विचित्रवेषम् आकर्ण्यवेणुरनितं सह कृष्णसाराः पूजां दधो विरचिताः प्रणयावलोकैः कृष्णं निरीक्ष्य वनितोत्सव रूपशीलं श्रुत्वा च तल्कुणितवेणुविचित्रगीतम् देव्यो विमानगतया स्मरदुर्नसारा प्रश्रिप्रसूनकबरा मुहुर्विनीय गावश्च कृष्णमुखनिर्गतवेणुगीत पीयूषमुत्तभितकर्णपुटे पिबन्ध्य